എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. അത് നിങ്ങൾ കണ്ടപ്പോൾ ബാംഗ്ലൂരിലുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രസിദ്ധമായിട്ടൊരു മാർക്കറ്റാണ്. ഈ കാണുന്ന ബനശങ്കരി മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങിൻ്റെ വശത്തൂടെയുള്ള ഒരു പാസയിൽ കൂടി നമ്മളിപ്പോൾ പോകുന്നത്. ആ പാസയിൽ പോകുന്നത് ബനശങ്കരി അമ്മൻ കോവിലിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിലത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു അമ്പലമാണ് ബനശങ്കരി അമ്മൻ കോവിൽ. ബനശങ്കരി മെട്രോ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇപ്പോൾ ഞാൻ പറയുന്നത് അവിടുത്തെ ഒരു മാർക്കറ്റിനെ പറ്റിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ സാധാരണ പൂജാ സാധനങ്ങളും പുഷ്പങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെയല്ല, വളരെ തിരക്കുള്ളൊരു മാർക്കറ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചീപ്പായിട്ടുള്ള വിലയ്ക്ക് ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ വളരെ ചീപ്പായിട്ട് വിലയ്ക്ക് കിട്ടും. എല്ലാത്തരം വെജിറ്റബിൾസും കിട്ടും. ഈ ചീര, കൊടപ്പൻ, ഈ വാഴക്കൂമ്പ്, വാഴത്തണ്ട്, അങ്ങനെ ഒരു റെയറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിച്ചു പോകുന്നതാണ്. ഇപ്പോൾ പല ഇലകൾ, മുരിങ്ങയില, അങ്ങനെ ഒരുപാട് ഇലകൾ, നാളികേരമൊക്കെ വളരെ കുറച്ചിട്ടാണ്, വളരെ ചെറിയ വിലയ്ക്കാണ്. അതുപോലെ നാടൻ കപ്പ, കേരളത്തിൽ കിട്ടുന്ന നാടൻ കപ്പ ഇവിടെ കിട്ടല് കുറവാണ്. ഇവിടെ അത് ഫ്രഷ് ആയിട്ട് കിട്ടും, എല്ലാ ദിവസവും കിട്ടും. പിന്നെ പച്ചക്കറികൾക്ക് വളരെ വിലക്കുറവാണ്. എല്ലാ പച്ചക്കറികളും ഒരു 10 രൂപയുടെ കിറ്റിൽ കൊടുക്കുന്നു എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ പച്ചക്കറികളും ഈ കാണുന്നതൊക്കെ 10 രൂപയുടെ കിറ്റുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ വരാത്ത ആൾക്കാർ പോലും ബനശങ്കരി മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ഇത് വാങ്ങിച്ചു പോകും. അവർക്ക് ആ മെട്രോ ചാർജ് മാത്രമേ പോവുള്ളൂ. ഇത്രയും വില കുറഞ്ഞ് ഒരാഴ്ചയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കും. എല്ലാത്തരം ചീര, പാലക്ക്, അങ്ങനെ എല്ലാം കിട്ടും. അതിനൊക്കെ പുറത്ത് 30 രൂപ 40 രൂപയൊക്കെ വാങ്ങിക്കുന്ന ചുവന്ന ചീര പോലും, ഈ കേരളത്തിൽ ഉപയോഗിക്കുന്ന ചുവന്ന ചീരയൊക്കെ ഇവിടെ 20 രൂപയ്ക്ക് കിട്ടും. 20-25 വലിയ ഇതൊക്കെയാണ് 30 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ എല്ലാ സാധനവും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. രാവിലെ അഭൂതപൂർവമായ തിരക്കാണ്. ഒരു 10, 10:30, 11 മണി വരെയൊക്കെ നല്ല തിരക്കുണ്ടാവും. ഒരുപാട് പേര് വന്ന് നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഒരുപാട് പൂജാ സാധനങ്ങൾ ഇവിടുത്തെ ക്ഷേത്രം ദേവീക്ഷേത്രം, ബനശങ്കരി അമ്മൻ കോവിൽ ദേവീക്ഷേത്രം ആയതുകൊണ്ട് ചൊവ്വ, വെള്ളി, ഞായർ വളരെ തിരക്കാണ്. ഈ നാരങ്ങ വിളക്ക് സമർപ്പിക്കാൻ വരുന്ന ഭക്തരുടെ ഒരു വലിയ നിര തന്നെ കാണാം. ക്ഷേത്രത്തിന് മുമ്പിൽ മുഴുവൻ നാരങ്ങ, ഈ വേപ്പില, അങ്ങനെയുള്ള വഴിപാടുകളുടെ ഒരു കൗണ്ടറുകളുടെ ഒരു ബഹളം തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ എല്ലാം ഇവിടെ അതുകൂടാണ്ട് തന്നെ ചെറിയ ടർക്കികൾ, ഈ മാട്രസുകൾ, കിച്ചണിലേക്ക് വേണ്ടി ചെറിയ ടർക്കികൾ, അങ്ങനെയൊക്കെയുള്ള അരിപ്പ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം, നല്ല ഫ്രഷ് നാളികേരം ഒരുപാട് ഇങ്ങനെ ഇവിടെ വിൽക്കാൻ വേണ്ടി പല കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. എല്ലാത്തരം പച്ചക്കറികളും വളരെ ചീപ്പാണ്. 10 രൂപ 20 രൂപ എല്ലാ പച്ചക്കറികളും കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. നിരവധി പേര് ജോലി കഴിഞ്ഞ് വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റു മാർക്കറ്റുകളിലൊക്കെ ഇതിൻ്റെ ഇരട്ടി വിലയാണ് വാങ്ങിക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ഒരു പകുതി വില കൊടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഗ്രോസറി സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. കണ്ടില്ലേ, ഒരു മാട്രസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ നോക്കിയപ്പോൾ ഒരു ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് ഒരു ചേട്ടനുള്ള തരുപ്പുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അത് ഷൂട്ട് ചെയ്തൊക്കെ നല്ല ഭംഗിയാണ്. പോകാൻ തോന്നുന്നില്ല. 10 രൂപയാണ് ഒരു പീസിനെന്ന് പറയുന്നത്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള പൂക്കൾ, നല്ല ഭംഗിയുള്ളൊരു പൂക്കൾ. നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്. എല്ലായിടത്തും പോലെ ഒരു കൈനോട്ടൊക്കെ ചേട്ടൻ ഇരിപ്പുണ്ട്. ഞാൻ പുള്ളിനെ നോക്കി, ഞാനിവിടെ ഇരുന്നില്ല, സാറിന് ഞാൻ ഇരിക്കുന്നതായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, അതൊക്കെ ചെറിയ ചെറിയ ഈ വീട്ടിലെ ഉപകരണങ്ങളുടെ ഒരു. ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇതാണ് ബനശങ്കരി അമ്മൻ കോവിൽ. അവിടെ കണ്ടില്ലേ നാരങ്ങ, പിന്നെ മാലകൾ, നാരങ്ങ കോർത്തിട്ടുള്ള മാലകളൊക്കെ കണ്ടിട്ടില്ലേ, വഴിപാടുകളൊക്കെ കണ്ടിട്ടില്ലേ. അതാണ് നാരങ്ങ വിളക്കിനുള്ള ട്രേ ആണത്. അത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു കൊണ്ട് വെച്ചാൽ മതി. ഒരുപാട് തിരക്കുകൾ. ഇപ്പം നമുക്ക് ബനശങ്കരി അമ്മൻ കോവിൽ, പ്രസിദ്ധമായ ബനശങ്കരി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബനശങ്കരി അമ്മയെ ഒന്ന് കാണാം. ഇതാണ് ബനശങ്കരി അമ്മൻ കോവിലിൻ്റെ ഫ്രണ്ട് ഭാഗം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.